ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന മുട്ട ബജിയുടെ അതേ ടേസ്റ്റിലുള്ള മുട്ട ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബജിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല എരിവുള്ളൊരു മുളക് ചമ്മന്തി കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കാടമുട്ട കൊണ്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. മുട്ടയെല്ലാം പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുട്ട നടുവിലായിട്ട് പൊളിച്ച് 2 കഷ്ണമാണ് ആക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എത്ര കഷ്ണമാണ് വേണമെങ്കിലും ആക്കാവുന്നതാണ്. ബജി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 പിഞ്ച് അപ്പസോഡയും എടുത്തിട്ടുണ്ട്. ബജിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. 1 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബജിക്കുള്ള മാവ് നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ മാവിന് വേണ്ടത്. നല്ലോണം ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ബജി നല്ലതുപോലെ പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും മാവിൽ മുക്കി എണ്ണയിലിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ട ബജിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് പുളിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജിയും മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.